സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. മർത്തിനെ നീ ഓർക്കേണ്ടത് അവനെന്ത്? സങ്കീർത്തനം 8-4 വാക്യം. ദാവീദ് രാജാവ് നക്ഷത്രങ്ങളെക്കുറിച്ച് പക്ഷേ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോട് കാവ്യാത്മകമായി ആലപിച്ചു. അദ്ദേഹം എഴുതി, നിന്റെ വിരലുകളുടെ കൈപ്പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കി ചന്ദ്രനെ നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ മർത്തിനെ നീ ഓർക്കേണ്ട അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കാൻ അവനെന്ത് മാത്രം? സങ്കീർത്തനം 8-4 വാക്യങ്ങൾ. ദാവീദിന്റെ ചോദ്യം അവിശ്വാസത്തിൻ്റേതല്ല, വിസ്മയമായ വിനയത്തിൻ്റേതാണ്. ഈ വിശാലമായ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം തീർച്ചയായും നമ്മെ ഓർമ്മിക്കുമെന്ന് അവന് അറിയാമായിരുന്നു. നമ്മെക്കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അവൻ ശ്രദ്ധിക്കുന്നു. നല്ലത്, ചീത്ത, എളിമ, ധിക്കാരം, നമ്മുടെ അസംബന്ധം പോലും. നാം നക്ഷത്രങ്ങളെ വെല്ലുവിളിക്കുന്നത് അർത്ഥശൂന്യമാണ്. മറിച്ച് നമ്മുടെ സൃഷ്ടാവിനെ സ്തുതിപ്പാൻ അവൻ നമ്മെ വെല്ലുവിളിക്കുന്നു. ദൈവത്തോട് നൽകാൻ നിലങ്ങളിലുള്ള ഏതെങ്കിലും തത്വശാസ്ത്രത്തെക്കുറിച്ചോ പ്രസ്ഥാനത്തെക്കുറിച്ചോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സൃഷ്ടിയിലെ ഏത് കാര്യമാണ് സൃഷ്ടാവിനെ കുറിച്ച് നിങ്ങൾ ഓർപ്പിക്കുന്നത്? അതെങ്ങനെയാണ് അവനെ സ്തുതിപ്പാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന സ്വർഗ്ഗസ്നായ പിതാവേ, എന്നോടുള്ള അങ്ങയുടെ സ്നേഹത്തെ ഞാൻ വിസ്മയത്തോടും ഭയത്തോടും വിനയത്തോടും കൂടെ ഓർക്കുന്നു. അങ്ങനെ സ്നേഹിക്കുവാൻ ഞാൻ ആര്? അങ്ങനെ ഇത്രമാത്രം സ്നേഹിക്കുന്നതിനാൽ നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.